ഈ വീഡിയോയിൽ അമേരിക്കയും ജപ്പാനും തമ്മിൽ നടക്കുന്ന വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു നെഗോസിയേഷൻ അതാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. അമേരിക്കയും ജപ്പാനും നല്ല സുഹൃത്തുക്കൾ തന്നെയാണ്. അവർ തമ്മിൽ പല രീതിയിലുള്ള വ്യാപാര ബന്ധങ്ങളുണ്ട്, പല കരാറുകളുണ്ട്. ഇൻഡോ പസഫിക് മേഖലയിലായിക്കോട്ടെ, ക്വാഡിലായിക്കോട്ടെ വളരെ നിർണായക പാർട്ട്ണറാണ് ജപ്പാൻ. പക്ഷെ ജപ്പാൻ എങ്ങനെയാണ് ഈ താരിഫ് ത്രെട്ട് അഥവാ ട്രംപ് ഉന്നയിക്കുന്ന ഒരു താരിഫ് ത്രെട്ട്, അതായത് ജപ്പാനിൽ നിന്നും കയറ്റി അയക്കുന്ന ഇലക്ട്രിക് വെഹിക്കിളിന് 25% താരിഫ് ഇടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിപ്പം ട്രംപ് ഒരു സൈഡിൽ കൂടെ നെഗോഷിയേറ്റ് ചെയ്യേണ്ട ജപ്പാന്റെ കാല് പിടിക്കേണ്ട അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇതിനകത്ത് നമ്മൾ വിശദമായിട്ട് നോക്കുന്നത്. അപ്പൊ ഇത് നോക്കി വരുമ്പം നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാവും, എന്തുകൊണ്ടാണ് സ്വർണത്തിന്റെ വില ഉയരുന്നത് എന്നുള്ളതിനെയും കുറിച്ച് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു വിഷയം ബന്ധപ്പെട്ട് കിടക്കുന്നത് അതുമായിട്ടാണ്. അപ്പൊ നമ്മൾ സംസാരിച്ച് വരുമ്പം ബൈ ഡീഫോൾട്ട് ഇത് അതിലേക്ക് എത്തും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ വിഷയം കൂടെ ഞാൻ ഇതിനകത്ത് കൂട്ടിച്ചേർത്ത് പറയുന്നത്. അപ്പൊ ഇപ്പൊ ജപ്പാൻ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ബോണ്ട് സ്ട്രാറ്റജി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബോണ്ട് സ്ട്രാറ്റജി, ഈ ബോണ്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കടംപത്രം. ഈ രാജ്യങ്ങളെല്ലാം കടംപത്രം ഇഷ്യൂ ചെയ്യും. അപ്പം അതിൽ മറ്റുള്ളവർ താല്പര്യമുള്ള ആൾക്കാർ ആ കടംപത്രം മേടിച്ച് സൂക്ഷിക്കും. അപ്പൊ ആ കടംപത്രത്തിന് നിശ്ചിത തോതിലുള്ള ഒരു എമൗണ്ട് ഉണ്ടാവും, നിശ്ചയിച്ചിട്ടുണ്ടാവും. $10 ലക്ഷം, $20 ലക്ഷം, $50 ലക്ഷം എന്നൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താണ് ഇതിനകത്ത് ലാഭം? ഇതിലിപ്പോ മേടിക്കുന്ന ആൾക്കും വിൽക്കുന്ന ആൾക്കും എന്താണ് ലാഭം എന്ന് പറഞ്ഞാൽ, ഈ കടംപത്രം ഇഷ്യൂ ചെയ്യുന്ന രാജ്യത്തിന് പൈസ ഇല്ല. അപ്പൊ അതുകൊണ്ട് അയാൾ കടംപത്രം ഇഷ്യൂ ചെയ്തിട്ട് അതിന് ബോണ്ടായിട്ട് അതിന് വിൽക്കുകയാണ്. ആ രാജ്യത്തിന് അവർക്ക് തൽക്കാലം ഉപയോഗിക്കാനുള്ള പൈസ കിട്ടും. അപ്പൊ ഈ കടംപത്രം മേടിക്കുന്ന ആൾക്കാർക്ക് എന്താണ് ഗുണം എന്ന് പറഞ്ഞാൽ, അവർ എത്ര രൂപയാണോ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കടംപത്രം മേടിച്ചിരിക്കുന്നത് അതിന് പുറമെ നിശ്ചയിക്കപ്പെട്ട എഗ്രിമെന്റിൽ വെച്ചിരിക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റും കൂടെ ചേർത്ത് കിട്ടും. ആ പലിശ ലാഭമായിട്ട് ഈ ബോണ്ട് മേടിച്ച ആൾക്ക് കിട്ടും. ചിലത് ഫിക്സഡ് ബോണ്ടായിരിക്കും, ചിലത് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ബോണ്ടായിരിക്കും, ചിലത് ഏത് നേരത്തും മടക്കി കൊടുത്തു കഴിഞ്ഞാൽ പൈസ വിഡ്രോവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബോണ്ടുകളായിരിക്കും. അപ്പൊ ഞാനിപ്പോ എന്തിനാണ് ഈ ബോണ്ടിനെ കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾക്ക് തോന്നും. അപ്പൊ ഇതിനകത്ത് വന്നിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, അമേരിക്കയിൽ ട്രംപ് വന്നു, പ്രസിഡന്റായി. പല രീതിയിലും പല രാജ്യങ്ങൾക്കും താരിഫ് ഇമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തുരിതര താരിഫ് ഇട്ടുകൊണ്ടിരുന്ന ഒരു സമയത്ത് ജപ്പാനെ കണ്ടപ്പോഴത്തേക്കും ജപ്പാന്റെ EV കാറുകൾ ഏറ്റവും കൂടുതൽ ഈ താരിഫ് കുറവായിട്ട് അമേരിക്കയുടെ ഉള്ളിൽ കൂടുതൽ സെയിൽ ആകുന്നവർ കിടന്ന് കളിക്കുന്നതായിട്ട് മനസ്സിലായി. അപ്പൊ അങ്ങനെ മനസ്സിലായപ്പോഴത്തേക്കും അപ്പൊ എങ്ങനെയാണ് പിന്നെ അമേരിക്കയുടെ ഉള്ളിൽ മാനുഫാക്ചർ ആയിട്ടുള്ള കാർ കമ്പനിക്കാർക്ക് നല്ല രീതിയിൽ മുതലാക്കാൻ പറ്റുക? അവർക്ക് ഇതൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ആണല്ലോ. അപ്പൊ എന്തായാലും ജപ്പാന്റെ മേളിൽ ഒരു താരിഫ് ഇട്ടേക്കാം എന്നുള്ള രീതിയിൽ ജപ്പാൻ 25% താരിഫ് അടിച്ചു കൊടുത്തു. ഇതിലുപരിയായിട്ട് പുള്ളി വരുന്നതിന് മുമ്പേ അമേരിക്കയുടെ ഒരു സ്റ്റീൽ കമ്പനി, ആ ഒരു സ്റ്റീൽ കമ്പനി ജപ്പാൻ ഏറ്റെടുക്കാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പൊ ആ സ്റ്റീൽ കമ്പനിയെ തന്നെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ട്രംപ് അതിനകത്ത് തന്നെ കുറച്ച് അഴകുഴമ്പൻ നയങ്ങളൊക്കെ വെച്ചുകൊണ്ട്, അതായത് ഇതിനു മുമ്പ് ഇരുന്ന ബൈഡൻ സർക്കാർ എഗ്രിമെന്റ് വെച്ചതാണ്, മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തതാണ് ജപ്പാൻ ഫുൾ ആൻഡ് ഫുൾ ഈ സ്റ്റീൽ കമ്പനി ഏറ്റെടുക്കുന്നു പറഞ്ഞിട്ട്. പക്ഷേ ട്രംപിന്റെ നയം വേറെയായിരുന്നു. ട്രംപ് സ്റ്റീൽ ആൻഡ് അയൺ കമ്പനി കൊടുക്കാൻ തയ്യാറല്ല. അത് അമേരിക്കയുടെ സെക്യൂരിറ്റിക്ക് ഒരു ത്രെട്ടാണ്. കാരണം അവർ ഡിഫൻസിന് വേണ്ടിയിട്ട് കുറെ പ്രോഡക്റ്റ് ഒക്കെ അതിനകത്ത് ഉത്പാദിപ്പിക്കുന്നുണ്ട്. അമേരിക്കയുടെ ഡിഫൻസ് മാനുഫാക്ചറിംഗ് ബ്ലൂ പ്രിന്റ് ഒക്കെ ജപ്പാന് കിട്ടും. അത് അത്ര സെക്യൂർ ആയിട്ടുള്ള ഒരു നടപടിയല്ല, ആ ഡീൽ വേണ്ട എന്ന് പറഞ്ഞാണ് ട്രംപ് തീരുമാനിച്ചത്. ഇതിന് ജപ്പാന് നല്ല വിഷമമുണ്ട്. അവിടെ എന്തോ ചെറിയൊരു പിശക് സംഭവിച്ചു. അപ്പൊ അതിനുശേഷം ജപ്പാൻ ഇങ്ങനെ ഈ ഒരു 25% താരിഫ് കേട്ട ഉടനെ തന്നെ, ജപ്പാൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളെ പോലെ അല്ല. ജപ്പാനെ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കണം. ജപ്പാനിലെ ആൾക്കാർ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ അവരുടെ രാജ്യം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഇല്ലായ്മയാണ്. അതുകൊണ്ട് ജപ്പാന്റെ കയ്യിലുള്ള പൈസ എല്ലാം തന്നെ പുറം രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ മേടിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിലുപരിയായിട്ട് ജപ്പാൻകാർക്ക് ഒരു ഹാബിറ്റ് ഉണ്ട്, സേവിങ്സ് ഹാബിറ്റ് ഉണ്ട് അവർക്ക്. ഈ സേവിങ്സ് ഹാബിറ്റ് ഹോബി പോലെ എല്ലാവർക്കും, ജപ്പാനിലുള്ള ആൾക്കാരൊക്കെ മിക്കവാറും ചെയ്യുന്ന ഒരു പരിപാടിയാണ് സേവിങ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഹാർഡ് വർക്ക് ഉണ്ട്, സേവിങ്സ് ഉണ്ട്. അപ്പൊ ഈ സേവ് ചെയ്യുന്ന ജപ്പാനിലെ ആൾക്കാരൊക്കെ എന്താണ് ചെയ്യുന്നത് ആ പൈസ എന്ന് പറഞ്ഞാൽ, അവർ ഗവൺമെന്റിനെ സഹായിക്കുക തന്നെയാണ് ചെയ്യുന്നത്. 2024 ഡിസംബറിൽ $49.69 ബില്യൺ വർത്ത് വരുന്ന ബോണ്ട് വിൽപ്പനയ്ക്ക് വരികയാണ്. ഇത് വിൽപ്പനയ്ക്ക് വരിക എന്ന് പറഞ്ഞാൽ അമേരിക്ക ബോണ്ട് ഇഷ്യൂ ചെയ്ത് വിൽക്കാൻ വെച്ചിരിക്കുന്നതല്ല. ഇതിനു മുമ്പ് അമേരിക്കയുടെ കയ്യിൽ നിന്ന് മേടിച്ച ആൾക്കാർ അമേരിക്കയുടെ അടുത്ത് ഈ ബോണ്ട് തിരിച്ചു കൊടുത്തിട്ട് ഞങ്ങൾക്ക് പൈസ വേണം എന്ന് ചോദിക്കുകയാണ്. ഡിസംബർ 2024. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും പൈസ അമേരിക്കയുടെ ട്രഷറിയിൽ നിന്ന് പുറത്തു പോകേണ്ടതുണ്ട്. കാരണം ഈ ബോണ്ട് എന്ന് പറഞ്ഞാൽ വെറും ഒരു പേപ്പറാണ്, അതിനകത്ത് വേറെ ഒന്നുമില്ല. അത് അമേരിക്കയുടെ ട്രഷറിയിൽ നിന്ന് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഒരു പേപ്പർ, അതിലുപരിയായിട്ട് അതിനകത്ത് വേറൊരു വാല്യൂ ഇല്ല. ആ പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടും തിരിച്ച്, അത് ഉറപ്പാണ്. എത്രയാണോ അതിന് ഇൻട്രസ്റ്റ് റേറ്റ് അതും കൂടെ ചേർത്ത് കിട്ടും. അപ്പൊ ഇങ്ങനെ 49.69 ബില്യൺ ഒറ്റ ടൈമിൽ ഈ ബോണ്ട് ഇങ്ങനെ വിഡ്രോവലിന് ഒരു മാസം കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ
അമേരിക്കയുടെ എക്കോണമിയിൽ ഇത് ഉണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. അതൊരു സൈഡിൽ നടന്നു തീർന്നു. ജനുവരി 2025 $13.3 ബില്യൺ ബോണ്ട് ഇതേപോലെ വിൽപ്പനയ്ക്ക് വരികയാണ്. ഫോറിനേഴ്സ് ആണ് ഇത്, ഫോറിൻ ബോണ്ടാണ്. ഈ ഫോറിനേഴ്സ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ബോണ്ട് കൈവശം വെച്ചിരുന്ന ആൾക്കാർ. ഈ 49.69 ആയിക്കോട്ടെ, ലിറ്ററലി 50 ബില്യൺ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഈ $13.3 ബില്യൺ ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഫോറിൻ ബോണ്ടുകളാണ്. അതായത് ഫോറിനേഴ്സ് ആണ്. ഞാൻ എടുത്തു പറയാനുള്ള കാര്യം, ഫോറിനേഴ്സിന്റെ ഒരു ബോണ്ട് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പൈസ നമ്മുടെ രാജ്യത്തിന് പുറത്തു പോവാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന പൈസ ആ ബോണ്ട് വിഡ്രോ ചെയ്യുന്ന സമയത്ത് പൈസ പുറം രാജ്യത്തേക്ക് പോവാണ്. പക്ഷെ അതേസമയം നമ്മളുടെ രാജ്യത്തുള്ള ഒരു സിറ്റിസൺ ആണ് ഇത് ഇൻവെസ്റ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ അയാൾ വിഡ്രോ ചെയ്യുമ്പോഴത്തേക്കും ആ പൈസ ശരിക്കും ആ രാജ്യത്തിന് തന്നെയാണ് റൊട്ടേറ്റ് ആവുന്നത്. ഇങ്ങനെ രണ്ട് വ്യത്യാസമുണ്ട്. സിറ്റിസൺസിന് ബോണ്ട് വിൽക്കുന്നതിനും ഫോറിനേഴ്സിന് ബോണ്ട് വിൽക്കുന്നതിനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഫോറിനേഴ്സിന് ബോണ്ട് വിൽക്കുന്ന സമയത്ത് ആ വിൽപ്പന നടന്ന സമയം നമുക്ക് നല്ല രീതിയിലുള്ള ഹാപ്പി ആയിരിക്കും. പക്ഷെ അവർ വിഡ്രോ ചെയ്യുന്ന സമയം നമുക്ക് വിഷമമായിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോ അമേരിക്കയുടെ ഓവറോൾ ടോട്ടൽ കടം എത്രയാണെന്ന് നോക്കാം. അമേരിക്കയുടെ കടം എത്രയാണെന്ന് വെച്ചാൽ 36 ട്രില്യൺ ആണ് അമേരിക്കയുടെ കടം. ഈ ലാസ്റ്റ് ഫെബ്രുവരി മന്ത് ക്ലോസ് ചെയ്യുന്ന ആ ഒരു US ട്രഷറിയുടെ ഒരു കണക്ക് പ്രകാരം 36 ട്രില്യൺ ആണ് അമേരിക്കയുടെ കടം. അതായത് ഒരു വേൾഡിലെ സൂപ്പർ പവർ, ലോക പോലീസ് ആയിട്ടുള്ള ഒരാൾക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യത്തിന്റെ കടമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, 36 ട്രില്യൺ. ഓക്കെ, അതിൽ പല വിഷയങ്ങളുണ്ട്, പല ഘടകങ്ങളുണ്ട് ഇതിനകത്ത്. അതിലൊന്നും ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല, കാരണം നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ അതിൽ നിന്ന് ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് 13 മുതൽ 15% അമേരിക്ക ഈ കടം മേടിച്ചിരിക്കുന്നത് ജപ്പാന്റെ കയ്യിൽ നിന്നാണ്. 13 മുതൽ 15%. 36 ട്രില്യൺ കടത്തില് 13 മുതൽ 15% കടം ജപ്പാന്റെ അടുത്താണ് മേടിച്ചിരിക്കുന്നത് അമേരിക്ക. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കിക്കോണം. ഇത് നിങ്ങൾ മനസ്സിലിട്ടോളൂ. ട്രംപിന്റെ ഈ താരിഫ് ഭീഷണിയെ എങ്ങനെയാണ് ജപ്പാൻ മറികടക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ജപ്പാൻ ബോണ്ട് മാത്രം US ട്രഷറിയിൽ നിന്ന് മേടിച്ചു വെച്ചിരിക്കുന്നത് 1.09 അഥവാ 1.10 ട്രില്യൺ US വർത്തുള്ള ബോണ്ടാണ്, കടം പത്രമാണ് ജപ്പാൻ കൈവശം വെച്ചിരിക്കുന്നത് അമേരിക്കയുടെ. ഇത് എപ്പോ കൊണ്ട് ട്രഷറിയിൽ ഇട്ടാലും പൈസ കൊടുക്കണം അമേരിക്ക, വിത്ത് ഇൻട്രസ്റ്റോട് കൂടി. ഇപ്പൊ പെട്ടെന്ന് ജപ്പാൻ വിചാരിക്കുന്നു, ഇന്നൊരു 50 ലക്ഷത്തിന്റെ ഒരു ബോണ്ട് അങ്ങ് മാറിയേക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നേരെ പേപ്പർ എടുത്ത് US ട്രഷറിയിൽ അങ്ങ് സബ്മിറ്റ് ചെയ്യാണ്. അപ്പോഴത്തേക്കും US ട്രഷറി അന്നത്തെ മറ്റുള്ള എല്ലാ ഓപ്പറേഷൻസും നിർത്തിവെച്ചിട്ട് $50 ലക്ഷം പ്ലസ് അതിന്റെ ഇൻട്രസ്റ്റ് കണ്ടെത്തി ജപ്പാന് തിരിച്ചു കൊടുക്കണം. ഈ പൈസ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് ട്രഷറിയിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണല്ലോ ജപ്പാനിൽ നിന്ന് കടം മേടിച്ചിരിക്കുന്നത്. വെറും പേപ്പറാണല്ലോ തിരിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ പേപ്പർ കൊടുക്കുമ്പോഴത്തേക്കും ഈ ഖജനാവിൽ ഒരു എമൗണ്ട് വേണമല്ലോ. ഇവർ കടം പത്രം ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും ആ രാജ്യത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ, ആ രാജ്യത്തിന് വേണ്ട രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ അന്ന് ട്രഷറി ഈ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ട് ഗവൺമെന്റിന്റെ ഓർഡർ ഒക്കെ മേടിച്ച് ഈ ഒരു ബോണ്ട് ജപ്പാന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ജപ്പാൻ അത് മടക്കി കൊടുക്കുമ്പോൾ വീണ്ടും ഈ ഒരു പൈസ എവിടെയൊക്കെ ഇത് മേടിച്ച് ചെലവാക്കിയിട്ടിരിക്കുന്നോ അവിടെ നിന്നൊക്കെ ഒരുമിച്ച് 50 ലക്ഷം പ്ലസ് ഇൻട്രസ്റ്റ് മടക്കി കൊടുക്കണമല്ലോ. മടക്കി കൊടുക്കാൻ US ട്രഷറി ബാധ്യസ്ഥരാണ്. ഇതുവരെ US അവരുടെ ചരിത്രത്തിൽ തന്നെ ഒരു പേയ്മെന്റും ഡീഫോൾട്ട് വരുത്തിയിട്ടില്ല കേട്ടോ. അവരെല്ലാ പേയ്മെന്റും വളരെ ക്ലിയർ ആയിട്ട് ചെയ്യുന്ന ഒരു റെക്കോർഡ്, പേയ്മെന്റ് റെക്കോർഡ്, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ റെക്കോർഡാണ് US ട്രഷറിക്കുള്ളത്. ഇത്രയൊക്കെ കടമുണ്ടെങ്കിലും ഓക്കെ, അവർ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. IMF പരാതിയില്ല, വേൾഡ് ബാങ്കിന് പരാതിയില്ല, ആർക്കും പരാതിയില്ല, ആർക്കും തന്നെ ഡ്യൂ ഇല്ല. പക്ഷെ കടം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ കടം മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ട്രംപ് വന്നിട്ട് ജപ്പാന്റെ മേളിൽ താരിഫിന്റെ ത്രെട്ട് ഇടുന്നത് 25%. അപ്പൊ ഇത് ജപ്പാന്റെ ആ ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അമേരിക്കയിൽ അവരുടെ ബന്ധപ്പെട്ട റെപ്രസെന്റേറ്റീവ്, എംബസി ത്രൂ ഒക്കെ വെച്ചിട്ട് ഫോറിൻ റെപ്രസെന്റേറ്റീവ്സിനൊക്കെ വെച്ചിട്ട് ഡിസ്കസ് ചെയ്ത് നോക്കി. യാതൊരു വിട്ടുവീഴ്ചയില്ല. അപ്പൊ നേരെ ജപ്പാന്റെ റെപ്രസെന്റേറ്റീവ്സും അതേപോലെ ഈ കാർ കമ്പനിയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ജപ്പാന്റെ ഗവൺമെന്റിലേക്ക് ഈ ഒരു വിഷയം എത്തിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ താരിഫ് ഒഴിവാക്കി തരിക, ഇല്ലാന്നുണ്ടെങ്കിൽ ജപ്പാൻ ഗവൺമെന്റ് ഞങ്ങളെ സഹായിക്കുക. അതായത് താരിഫ് മൂലം ഉണ്ടാകുന്ന നഷ്ടം നമുക്ക് അമേരിക്കയിൽ നമ്മുടെ കാറിന്റെ മേളിൽ ഓരോ കാറിന്റെ മേളിലും $15,000 വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ $15,000 വ്യത്യാസം വരുത്തിക്കൊണ്ട് ഒരു കാർ ഇങ്ങനെ വിൽക്കുക എന്ന് പറഞ്ഞാൽ, അപ്പൊ ടെസ്ല പോലത്തെ കമ്പനികളൊക്കെ നിലനിൽക്കുന്ന അമേരിക്കയിൽ ഇതൊക്കെ വിറ്റുപോകാന്ന് പറഞ്ഞാൽ വലിയ പാടുള്ള കാര്യമാണ്. പണ്ടേ ടെക്നോളജിയിൽ ജർമ്മൻ ടെക്നോളജി, ജപ്പാൻ ടെക്നോളജി ഒക്കെ വളരെ ഫേമസ് ആണെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാർ കൂടുതൽ ഫെസിലിറ്റി, കൂടുതൽ മോഡേണൈസേഷൻ, കൂടുതൽ ടെക്നോളജി ഇതൊക്കെ തന്നെയാണ് നോക്കുന്നത്. ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ എടുക്കുന്ന തീരുമാനമാണ് ഫെസിലിറ്റീസും ടെക്നോളജി ഒക്കെ എവിടെ ഉണ്ടെന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ചൈനയുടെ BOID ഒക്കെ എങ്ങനെ നിലനിന്ന് പോകുന്നത്. അതിന് ലൈഫ് എക്സ്പെക്ടൻസി എത്രയുണ്ട് എന്നുള്ളത് ആൾക്കാർ ഇപ്പൊ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, ഒരു 5-10 വർഷം കഴിഞ്ഞാൽ വീണ്ടും ടെക്നോളജി അപ്ഗ്രേഡ് ആവും. അപ്പൊ ആ സമയത്ത് വീണ്ടും നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് റീപ്ലേസ് ചെയ്യേണ്ടി വരും. ആ രീതിയിലാണ് ആൾക്കാരുടെ ഒരു തോട്ട് പ്രോസസ്, മൈൻഡ് സെറ്റ് ഒക്കെ ഇപ്പൊ മാറിയിരിക്കുന്നത്. അല്ലാതെ ഒരു ലോങ് ഡ്യൂറേഷന് വേണ്ടിയിട്ട് ഒരു ഉപയോഗിച്ച് കളയാം എന്നുള്ള നിലയിലൊന്നും ആരും ഇപ്പൊ പർച്ചേസ് നടത്തുന്നില്ല. വളരെ വളരെ വിരളം.
അങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ. അതുകൊണ്ടാണ് ചൈനയൊക്കെ ഈ മാർക്കറ്റിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ ഇതിനൊരു പോംവഴി കാണാൻ വേണ്ടിയിട്ട് ജപ്പാൻ ഗവൺമെന്റ് അമേരിക്കയുമായിട്ട് ചർച്ച നടത്തി. വ്യക്തമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ജപ്പാന് കിട്ടിയത്. അപ്പൊ ജപ്പാൻ എന്ത് ചെയ്ത്, ജപ്പാൻ നൈസിന് വന്നിട്ട് ജപ്പാൻ എന്ത് ചെയ്ത്, ഒരു 10 ലക്ഷത്തിന്റെ ബോണ്ട് എടുത്തങ്ങ് മാറി. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു 10 ലക്ഷത്തിന്റെ ബോണ്ട് എടുത്ത് മാറി. ഇത് യുഎസിന്റെ ട്രഷറിയിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. എന്താണ് ജപ്പാൻ ഇങ്ങനെ തുടരെ ബോണ്ട് ഇങ്ങനെ, കാരണം ഇതിനു മുമ്പ് എന്താണ് ഇവരുടെ ഡിപ്ലോമാറ്റിക് ചർച്ച ഇവിടെ നടന്നത്, ബോണ്ട് അങ്ങനെ ആരും പെട്ടെന്ന് എടുത്ത് അങ്ങനെ സ്വിച്ച് ചെയ്യത്തില്ല. അപ്പൊ ഇങ്ങനെ ജപ്പാൻ ബോണ്ട് സ്വിച്ച് ചെയ്ത് തുടങ്ങിയ ഉടനെ തന്നെ അമേരിക്കയ്ക്ക് സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ അങ്ങനെ ഈ ഒരു വിഷയം ജപ്പാനുമായിട്ട് ചർച്ച നടത്തിയ സമയത്ത് ജപ്പാൻ പറഞ്ഞു, ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഈ 1.10 ട്രില്യന്റെ ബോണ്ട് ഞങ്ങൾ അമേരിക്കയ്ക്ക് ഇങ്ങ് തന്നേക്കാം, നിങ്ങൾ ആ എമൗണ്ട് വിത്ത് ഇൻട്രസ്റ്റിങ് ജപ്പാനിലേക്ക് തിരികെ തന്നോളൂ എന്നാണ് പറഞ്ഞത്. ഇത് കേട്ടപാടെ അമേരിക്കയ്ക്ക് ഞെട്ടലോട് ഞെട്ടൽ. അമേരിക്ക ഞെട്ടിത്തെരിച്ചുകൊണ്ട് പറഞ്ഞത്, അത് നമ്മൾ ഇത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രിയുടെ എക്കണോമിയെ അത് ബാധിക്കത്തില്ലേ? ഈ രീതിയിൽ ഷേക്കനിങ് ചെയ്യുന്ന, അതായത് അമേരിക്കയുടെ എക്കണോമിയെ വിറപ്പിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കണോ ഇത്രയും കടുത്ത നിലപാട് എന്നുള്ള രീതിയിലുള്ള ചോദ്യമാണ് ചോദിച്ചത്. അപ്പൊ അതിന് ജപ്പാൻ പറഞ്ഞ ഉത്തരം, നിങ്ങളും ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് 25% താരിഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കും അത് ഒരു സർപ്രൈസ് തന്നെയാണ്. നിങ്ങളുടെ ഇത്രയും വലിയ ഒരു കടഭാരം, നിങ്ങളുടെ ഇത്രയും വലിയ ഒരു ഡെറ്റ് ബോണ്ട്, ഇത് ഞങ്ങൾ എന്തിനാണ് ചുമക്കേണ്ടത്? ഇതിന് ആവശ്യം തിരിക്കുന്നത് ഒരു ചെറിയ പേപ്പറിന്റെ ബലത്തിലല്ലേ ഇത്രയും വലിയ തുക നമ്മൾ അമേരിക്കയുടെ ഉള്ളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ടും വീണ്ടും നമുക്കിട്ട് തന്നെ പണിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ആ രീതിയിലാണ് ജപ്പാൻ അങ്ങോട്ട് തിരിച്ചടിച്ചത്. ഇപ്പം ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു 15% താരിഫ് ആക്കിയാലോ, എങ്ങനെയുണ്ട്? ജപ്പാൻ അതിന് സമ്മതിക്കുന്നില്ല. അത് ജപ്പാൻ അമേരിക്കയുടെ തലയിലെ നല്ല നടുക്കുള്ള മിഡിൽ ഹെഡിലെ ഹെയർ മൊത്തം ജപ്പാൻ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 5% താരിഫ് ആക്കിയാലോ എന്ന് വരെ ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇപ്പൊ ജപ്പാൻ ഈ രീതിയിലുള്ള ഒരു വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു നെഗോസിയേഷൻ ആണ് അമേരിക്കയുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നമില്ല, അവരുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നമില്ല, അവരുടെ ട്രേഡിന് ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല. എന്താണ് വിഷയം? സബ്ജക്ട് എന്താണ്? താരിഫ്. ആ താരിഫിനെ മാത്രം നമ്മൾ കൗണ്ടർ ചെയ്യുകയാണെന്നുള്ള രീതിയിൽ വളരെ സ്മൂത്ത് ആയിട്ട് ഒരു ഹാഷ് ലാംഗ്വേജും ഇല്ലാതെ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ പണപ്പെട്ടിയുടെ സ്വിച്ച് ജപ്പാന്റെ കയ്യിലുണ്ട്. വിവിധ രാജ്യങ്ങൾ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, വിവിധ ആൾക്കാർ, ഇൻഡിവിജ്വൽ ആൾക്കാരും ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഒറ്റ രാജ്യം 15% ബോണ്ടിൽ നിക്ഷേപിച്ചിട്ടില്ല. അത് ഒറ്റൊരു രാജ്യമേ ഉള്ളൂ, ജപ്പാൻ. അമേരിക്കയുടെ ഉള്ളിലുള്ള ട്രഷറി പോളിസി എന്ന് പറഞ്ഞാൽ ബോണ്ട് വിൽക്കുമ്പോൾ 30% ബോണ്ട് ഫോറിനേഴ്സിന് കൊടുക്കാം, 70% ബോണ്ട് ആ രാജ്യത്തിന് ഉള്ളിൽ തന്നെ കൊടുക്കണം. അപ്പൊ അങ്ങനെ രാജ്യത്തിന് ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് റോക്ക് പോലത്തെ സംഘടനകൾ, JP മോർഗൻ സംഘടനകൾ, അതേപോലെ റോത്ത്ഷീൽഡ്, ഇതേപോലത്തെ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളൊക്കെയാണ് ഈ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കോർപ്പറേറ്റുകളുടെ കയ്യിലൊക്കെ തന്നെയാണ് ഈ ട്രഷറിയുടെ ബോണ്ടൊക്കെ ഉള്ളത്. അത് ആ 70% കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് വലിയ തോതിലുള്ള പ്രശ്നങ്ങളില്ല. പക്ഷെ എന്നാലും ഈ JP മോർഗൻ ആയാലും ഈ ബ്ലാക്ക് റോക്ക് സംഘടനയായാലും ഇവരൊക്കെ തന്നെ വിവിധ രാജ്യങ്ങളിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കും ഈ വരുമാനം വരുന്നത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് തന്നെയാണ്. അപ്പൊ മറ്റുള്ള രാജ്യങ്ങളിൽ എന്തെങ്കിലും എക്കണോമിക്കലി എന്തെങ്കിലും ഇമ്പാക്ട് നെഗറ്റീവായിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു കോർപ്പറേറ്റ് കമ്പനികളെ ബാധിക്കും. അതിലൂടെ അവര് അമേരിക്കയുടെ ഉള്ളിൽ ചെന്നിട്ട് ഞങ്ങൾ ബോണ്ട് മടക്കി തരാം, നിങ്ങളുടെ പൈസ തിരിച്ചു തന്നോളൂ എന്ന് പറയാനുള്ള സാഹചര്യം വരും. അപ്പൊ അതുകൊണ്ട് ഒരു ഗ്ലോബൽ എക്കണോമിയെ തന്നെ പിടിച്ചുലുക്കുന്ന ഒരു ഏർപ്പാടാണ് ഈ ഒരു ബോണ്ട് സിസ്റ്റം. ഈ ജപ്പാൻ ഒരു പണി തുടങ്ങി കഴിഞ്ഞാൽ, ജപ്പാൻ ഇങ്ങനെ ട്രില്യൺ കണക്കിൽ ബോണ്ട് കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ 1.something ട്രില്യന്റെ ബോണ്ട് മടക്കി കൊടുത്തിട്ട് പൈസ തിരിച്ചു മേടിക്കുന്നു വെച്ചോ. തിരിച്ചു മേടിക്കുമ്പോൾ അമേരിക്കയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? 1.something ട്രില്യൺ തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പപ്പണിയല്ല. അമേരിക്ക കൊടുക്കുമായിരിക്കും, പക്ഷേ അതിനുള്ള അമേരിക്കയ്ക്ക് ഉള്ളിൽ ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്ട് ചില്ലറയല്ല. അത് വളരെ ഷേക്കി ആയിട്ടുള്ള ഒരു എക്കണോമിക് സിറ്റുവേഷൻ അമേരിക്കയുടെ ഉള്ളിൽ സൃഷ്ടിക്കും. അതിൽ യാതൊരു സംശയമില്ല, 100% ഉറപ്പാണ്. ഒരു ബാങ്കിൽ നിന്ന് മൊത്ത പൈസയും ഒരാൾ വന്നിട്ട് വിഡ്രോ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ഒരു ഭീമമായ ഒരു ഇൻവെസ്റ്റർ ഉണ്ട്, അയാളുടെ പൈസ മൊത്തം ഈ ബാങ്കിൽ ഇട്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അയാൾ മടങ്ങി വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് എന്റെ പൈസ മൊത്തം വിഡ്രോ ചെയ്യണം. എന്തായിരിക്കും അവസ്ഥ? അപ്പൊ മൊത്തത്തിൽ ആ ബാങ്കിന്റെ അവസ്ഥ എന്താവും? ആ ബാങ്കിന്റെ അവസ്ഥ അവതാളത്തിലാവും. കുറെ നാൾക്കെങ്കിലും ആ ഒരു ബാങ്ക് സ്തംഭിച്ച അവസ്ഥയായിരിക്കും. പ്രോപ്പർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസോ ഓപ്പറേഷൻസോ നടത്താൻ പറ്റാത്ത അവസ്ഥയാവും. അൺലെസ് അവർ എന്താണ് ചെയ്യേണ്ടത്? അവര് ഇതിന് ബദലായിട്ട് ഇതിന് സമാനമായിട്ടുള്ള തുക ഇൻവെസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള മറ്റൊരു ഇൻവെസ്റ്ററെ കണ്ടെത്തണം, എന്നാലേ നടക്കൂ. ജപ്പാൻ അഥവാ ഈ ഒരു 1 ട്രില്യൺ അവിടെ നിന്ന് വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവര് ഈ 1 ട്രില്യന്റെ ബോണ്ട് വേറെ ആർക്കെങ്കിലും വിൽക്കണം. അത് വിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. 15% USA ട്രഷറിയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള മറ്റുള്ള ആരുണ്ടെന്ന് കണ്ടെത്തണം. കാരണം ഇത് വിവിധ കാലഘട്ടങ്ങളിലായിട്ട് ജപ്പാൻ നടത്തിയെടുത്ത ഒരു പരിപാടിയാണ്. അമേരിക്ക ജപ്പാന്റെ മേളിൽ ന്യൂക്ലിയർ ബോംബൊക്കെ കൊണ്ടിട്ടായിരുന്നു. പക്ഷേ ഇത് ശരിക്കും ഒരു ഫൈനാൻഷ്യൽ ന്യൂക്ലിയർ ബോംബ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിലാണ് അമേരിക്കയുടെ ബാങ്കിങ് സിസ്റ്റം തന്നെ ജപ്പാന്റെ കയ്യിലാണ്. അമേരിക്കയുടെ ട്രഷറി സിസ്റ്റം തന്നെ ജപ്പാന്റെ കയ്യിലാണ്. ആ രീതിയിൽ ജപ്പാൻ ആക്കി തീർത്തിരിക്കുകയാണ്. ഇതിനാണ് ബുദ്ധി വേണമെന്ന് പറയുന്നത്. 1 ട്രില്യൺ ബോണ്ട് ബാങ്കിൽ കൊടുത്ത് ജപ്പാൻ പൈസ തിരിച്ചെടുത്തു. അപ്പൊ ബാങ്കിന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് എന്താണ്? ബാങ്കിന്റെ കയ്യിലുള്ളത് ജപ്പാന്റെ ബോണ്ടുകൾ മാത്രമായിരിക്കും.
ജസ്റ്റ് പേപ്പേഴ്സ്. അപ്പൊ ഇത് മേടിക്കാൻ തയ്യാറാവുന്ന ആൾക്കാരെ കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ കണ്ടെത്തുമ്പോൾ ഇത് സാധാരണ ആൾക്കാർ പെട്ടെന്ന് മേടിക്കത്തില്ല. കാരണം മറ്റുള്ള മേഖലകളിലൊക്കെ നല്ല നല്ല ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പൈസ കിട്ടുന്നുണ്ട്. അപ്പൊ അതുപോലുള്ള പല ഇൻവെസ്റ്റ്മെന്റ് മേഖലകളുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? അതിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് തരാം എന്ന് ഈ ട്രഷറി ഈ ബോണ്ടിന്റെ മേളിൽ പ്രഖ്യാപിക്കണം. ഫോർ എക്സാമ്പിൾ 10% കൊടുത്തുകൊണ്ടിരിക്കുന്നെങ്കിൽ ഈ ബോണ്ടിൽ ഞാൻ 14% തരാം എന്ന് പറയണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെ ഉള്ളിൽ ബാങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഇൻവെസ്റ്റേഴ്സിന് അവിടെ ഒരു അനിശ്ചിതത്വം, അതോ ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവും. ഈ ഒരു ബാങ്കിങ് സിസ്റ്റത്തിൽ തന്നെ ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവും. അപ്പൊ ഈ ഒരു അൺസർട്ടനിറ്റി താല്പര്യപ്പെടാത്ത ആൾക്കാർ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യും? സോളിഡ് ആയിട്ടുള്ള സ്വർണ്ണത്തിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. കാരണം സ്വർണം എന്ന് പറഞ്ഞാൽ അമേരിക്കയല്ല, ഇന്ത്യയല്ല, എവിടെ പോയാലും ഏത് മാർക്കറ്റിൽ പോയാലും നമുക്ക് ആ ഒരു റേറ്റ് കിട്ടും. അപ്പൊ അതുകൊണ്ട് ആൾക്കാർ ഏറ്റവും കൂടുതൽ സോളിഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള നിലയിൽ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്വർണ്ണത്തിന്റെ ഡിമാൻഡ് കൂടും. സ്വർണ്ണത്തിന്റെ ഡിമാൻഡ് കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സ്വാഭാവികം സ്വർണ്ണത്തിന്റെ വില കൂടും. അപ്പൊ അങ്ങനെയാണ് സ്വർണ്ണത്തിന്റെ വില അമേരിക്കയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ചാഞ്ചാട്ടം സംഭവിച്ചാൽ ഉടനെ സ്വർണ്ണത്തിന്റെ വില കൂടുന്നത് കുറയുന്നതൊക്കെ ഈ ഒരു വിഷയം കൊണ്ടാണ്. അമേരിക്കയുടെ ട്രഷറി ബേസ് ചെയ്ത് അവിടെ നടക്കുന്ന ചില മാറ്റങ്ങൾ, അവിടെ നടക്കുന്ന ചില വരുമാനങ്ങൾ, അവിടെ നടക്കുന്ന ചില ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാകുന്ന ചില മൂവ്മെന്റ്സ്, പ്രധാനമായിട്ടും ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാകുന്ന മൂവ്മെന്റ്സ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ ആ പ്രോഡക്റ്റിന് വില കൂടും. അതുകൊണ്ട് തന്നെയാണ് സ്വർണ്ണത്തിന് വില കൂടുന്നത്. ഇപ്പൊ ജപ്പാൻ എന്തെങ്കിലും ചെറിയ മൂവ് ചെയ്താൽ പോലും, ഇപ്പൊ അഥവാ അമേരിക്ക സ്റ്റബണായിട്ട് നിൽക്കുകയാണ്, അപ്പം 25% ഞങ്ങൾ താരിഫ് ഇടും, നിങ്ങൾ ജപ്പാൻ നിങ്ങളുടെ ബോണ്ട് നിങ്ങൾ മൊത്തത്തിൽ വിഡ്രോ ചെയ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അമേരിക്കയുടെ ബാങ്കിങ് സിസ്റ്റത്തിനെ തകർക്കും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഞാൻ പറയാതെ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും, ഇതിന്റെ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്കും കൂടെ അത് അറിയാൻ സഹായകരമാവും. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.